നമസ്കാരം. മാനവരാശി ഉണ്ടായ കാലം മുതൽ അവൻ ഉയർത്തുന്ന ഒരു സംശയമാണ് ഈ ലോകം എങ്ങനെയായിരിക്കും അവസാനിക്കുക എന്ന്. ലോകാവസാനം വരുന്നു എന്ന് പറഞ്ഞ് നിരവധി പേർ പലപ്പോഴായി പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും അതൊരിക്കലും സംഭവിച്ചിട്ടില്ല. ഇപ്പോഴും ലോകം പഴയതുപോലെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലോകാവസാനം സംഭവിക്കാൻ പോകുന്ന കാലാവസ്ഥ വ്യതിയാനം കൊണ്ടായിരിക്കുമെന്നാണ് മൈക്രോസോഫ്റ്റ് സ്ഥാപകൻ ബിൽ ഗേറ്റ്സ് പലപ്പോഴും വ്യക്തമാക്കിയിരുന്നത്. മാത്രമല്ല, അദ്ദേഹം കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെ കോടിക്കണക്കിന് രൂപയാണ് പ്രത്യേക ഒരു ഫൗണ്ടേഷൻ തന്നെ രൂപീകരിച്ച് ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം നിലപാടിൽ ചില മാറ്റം വരുത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് മാത്രമായിരിക്കില്ല ഈ ലോകം നശിക്കുന്നത് എന്നാണ്. ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ നടക്കാനിരിക്കുന്ന ഒരു ഉച്ചകോടിയുടെ മുന്നോടിയായിട്ട് അവർക്ക് അയച്ച കത്തിലാണ് ബിൽ ഗേറ്റ്സ് ഇപ്പോൾ തൻ്റെ ഈ പുതിയ നിലപാട് മാറ്റം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇവിടെ മറ്റൊരുപാട് കാര്യങ്ങൾ ഇന്ന് ഈ ലോകം നശിക്കാൻ കാരണമായി തീരാൻ സാധ്യതയുള്ളത് നിലനിൽക്കുന്നുണ്ട്. AI സംവിധാനങ്ങൾ വല്ലാത്ത രീതിയിൽ ദുരുപയോഗം ചെയ്യുന്ന രീതി, അതുപോലെ നമ്മുടെ അന്തരീക്ഷ മലിനീകരണം, അതുപോലെ നിരവധി പ്രശ്നങ്ങൾ, നമ്മുടെ കൈവശമുള്ള ആയുധങ്ങൾ, ഇവയൊക്കെ തന്നെ ലോകത്തെ നശിപ്പിക്കാൻ ധാരാളം മതി എന്നാണ് പറയപ്പെടുന്നത്. ബിൽ ഗേറ്റ്സ് പറയുന്ന ഈ കാര്യങ്ങളോട് യോജിപ്പുള്ള നിരവധി പേർ ഇപ്പോഴുണ്ട്. അവർ ചിലർ പറയുന്നത് ഈ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് ഈ ലോകം നശിക്കാൻ ഒരുപാട് വർഷങ്ങളെടുക്കും. പക്ഷേ ഒരു ആറ്റം ബോംബ് കൊണ്ടാണ് ആക്രമണം നടത്തുന്നതെങ്കിൽ എത്രയോ വർഷം കൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ഒരു നിമിഷം കൊണ്ട് അത് തീർന്നു പോകും എന്നാണ്. അപ്പോൾ ചുരുക്കത്തിൽ നമ്മളൊക്കെ പേടിക്കേണ്ടത് കാലാവസ്ഥ വ്യതിയാനത്തെ അല്ല, ലോകത്തെ പല രാജ്യങ്ങളിലും കൈവശമിരിക്കുന്ന മാരകങ്ങളായ ആയുധങ്ങളെക്കുറിച്ചാണ് എന്ന് നമ്മൾ കരുതേണ്ടി വരും. ഒരു ആറ്റം ബോംബ് സ്ഫോടനം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ അന്തരീക്ഷം മുഴുവൻ എത്രയോ കാലത്തേക്ക് പൊടിപടലങ്ങൾ നിലനിൽക്കും. ഈ പൊടിപടലം ക്രമേണ സൂര്യനെ മറയ്ക്കുകയും അത് വർഷങ്ങളോളം ആ ഒരു മേഖല മൊത്തം വല്ലാത്ത തണുപ്പിലേക്ക് തള്ളി നീക്കുകയും ചെയ്യുമെന്നാണ് പറയപ്പെടുന്നത്. സൂര്യപ്രകാശം കടന്നു വരാത്തത് കാരണമാണ് ഇത്രയും വലിയ തണുപ്പുണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനെ ഏതാണ്ട് 10 വർഷത്തോളം നീണ്ടുപോകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ലെന്നാണ് പറയുന്നത്. ഒരു അണു സ്ഫോടനം ഉണ്ടായാൽ 10 വർഷത്തോളം പിന്നെ അതിൻ്റെ ഈ പൊടിപടലങ്ങളും മറ്റു പ്രശ്നങ്ങളും ഒക്കെ തന്നെ നിലനിൽക്കും. അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ അവിടെ കൃഷി നടത്താൻ കഴിയില്ല, കൃഷി പൂർണ്ണമായും നശിച്ചു പോകും, മനുഷ്യന് കഴിക്കാൻ ഭക്ഷണം പോലും കിട്ടാത്തൊരവസ്ഥ ഉണ്ടാകും എന്നാണ് ബിൽ ഗേറ്റ്സിൻ്റെ ഈ ഒരു അഭിപ്രായ പ്രകടനത്തെ ഇപ്പോൾ അനുകൂലിക്കുന്ന ആളുകൾ പറയുന്നത്. ഇന്ന് ലോകരാഷ്ട്രങ്ങളൊക്കെ തന്നെ പലപ്പോഴും അഭിമാനത്തോടെ പറയാറുള്ളൊരു കാര്യമാണ് ഞങ്ങളുടെ കയ്യിൽ ആണവായുധമുണ്ട് എന്നുള്ളത്. ലോകത്തെ വൻശക്തികൾ മാത്രമല്ല, ഇടത്തരം രാജ്യങ്ങൾ പോലും തങ്ങളുടെ കൈവശം ആണവായുധമുണ്ട് എന്ന് അവകാശപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ബിൽ ഗേറ്റ്സ് ഈ ഒരു നിലപാട് മാറ്റിയാൽ അത്ഭുതപ്പെടാനില്ല. കാരണം അദ്ദേഹം ഈ ലോകത്തെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്ന, ലോകത്തുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച്, അതിൻ്റെ ഗതിവിധികളെക്കുറിച്ചൊക്കെ തന്നെ വളരെ ആഴത്തിൽ ചിന്തിക്കുന്ന ഒരാളാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തി ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായ പ്രകടനം നടത്തുമ്പോൾ അതിന് ഏറെ പ്രാധാന്യമുണ്ട്. കാരണം ഒരു കാലത്ത് അദ്ദേഹം കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് മാത്രമായിരിക്കും ലോകം നശിക്കാൻ പോവുക എന്നാണ് അഭിപ്രായപ്പെട്ടിരുന്നത് എങ്കിൽ ഇപ്പോൾ അതിൽ നിന്നുള്ള ഈ ഒരു വ്യതിചലനം തീർച്ചയായും അദ്ദേഹം മാറിയ പരിതസ്ഥിതികളോട് പൊരുത്തപ്പെട്ടു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി മാറുകയാണ്. ഏതായാലും കാലാവസ്ഥാ വ്യതിയാനവും ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് എന്നുള്ള കാര്യം അദ്ദേഹം നിഷേധിക്കുന്നതുമില്ല. അതേസമയം മറ്റ് പല കാരണങ്ങൾ ഇതിനേക്കാൾ മുന്നിൽ നിൽക്കുമ്പോൾ കാലാവസ്ഥാ വ്യതിയാനം അത് കഴിഞ്ഞിട്ട് മാത്രമായിരിക്കും ഉള്ളത് എന്നുള്ളൊരു നിലപാടിലേക്കാണ് ഇപ്പോൾ ബിൽ ഗേറ്റ്സും എത്തിയിരിക്കുന്നത്.